ബെന്യാമിൻ നോവലിൽ പറയാത്ത കാര്യങ്ങൾ പറയുക എന്നതാണ് സിനിമയിലൂടെ ഉദ്ദേശിച്ചതെന്നും ആടുജീവിതം സിനിമയിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് തിരക്കഥ കുറ്റമറ്റതാക്കിയെടുക്കാനായിരുന്നുവെന്നും സംവിധായകൻ ബ്ലസ്സി കാലിക്കറ്റ് പ്രസ് ക്ലബിൽ ആടുജീവിതം ടീമിനായി സംഘടിപ്പിച്ച മീറ്റ് ദി ക്രൂവിൽ പങ്കെടുക്കുകയായിരുന്നു ബ്ലസ്സി. നോവലിനെ സംബന്ധിച്ച് ഇപ്പോൾ നടക്കുന്ന വിവാദം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രമെന്ന് എഴുത്തുകാരൻ ബെന്യാമിനും പ്രതികരിച്ചു. കൂടുതൽ പ്രയാസപ്പെട്ടത് തിരക്കഥ കുറ്റമറ്റതാക്കാനാണെന്നും പുതുതായി എന്ത് സംസാരിക്കാമെന്നതാണ് സിനിമയിലൂടെ ലക്ഷ്യം വെച്ചതെന്നും സംവിധായകൻ ബ്ലസ്സി പറഞ്ഞു. ആടുജീവിതത്തിൻ്റെ രണ്ടാം ഭാഗം എന്നത് അമല പോളിനോട് തമാശ രൂപേണ പറഞ്ഞ കാര്യം മാത്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്തുകൊണ്ടോ അറിയാതെ നിങ്ങൾ വായിച്ച പുസ്തകത്തിലെ ഓരോ ഏടുകളും അങ്ങനെ തന്നെ ഞാൻ എടുത്തു വെക്കണം എന്ന് പറയുമ്പോൾ ഞാൻ വളരെ ചെറുതായി പോകുന്ന പോലെയാണ് തോന്നുന്നത്. കാരണം നിങ്ങൾക്ക് എന്നിലെ കഴിഞ്ഞ 7 സിനിമ ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ട് എഴുതിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ കാണുന്നത് ഞാൻ ഈ പുസ്തകത്തിനെ സമീപിച്ചപ്പോൾ ബെന്യാമിൻ പറയാത്ത കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ പറയാത്ത ആംഗിളുകൾ എന്തൊക്കെ ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് ഞാൻ അതിനെ സമീപിച്ചേക്കാം. വേണ്ടതിലധികം വെച്ചുകെട്ട് നോവലിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പ്രത്യേകം നോവലിൽ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ കേട്ട കഥ അപ്പാടെ എഴുതുന്നതല്ല നോവലെന്നും എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യമാണ് അവതരണ ശൈലിയെന്നും ബെന്യാമീനും പ്രതികരിച്ചു. ഒട്ടും വെച്ചുകെട്ടലുകൾ വേണ്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നതിനോട് ഞാൻ അംഗീകരിക്കാം. ഒട്ടും വെച്ചുകെട്ടലുകൾ എനിക്ക് വേണ്ടി വന്നിട്ടില്ല എന്നാണ് ഞാൻ എഴുതിയിരുന്നതെങ്കിൽ ആൾക്കാരത് തെറ്റിദ്ധരിച്ചതിനുള്ള കുഴപ്പം എൻ്റെ അല്ല. മൊത്തം കേരളീയ സമൂഹമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ആ ചർച്ചയൊക്കെ വളരെ എന്താണ് കോപ്പയിലെ കൊടുങ്കാറ്റാണെന്ന് നമുക്ക് തോന്നുന്നതാണ്. നമ്മുടെ കയ്യിൽ മൊബൈൽ ഇരിക്കുന്നതുകൊണ്ട് ഇത് വലിയ കൊടുങ്കാറ്റാണെന്ന് നമുക്ക് തോന്നുന്നതാണ്. അതൊക്കെ വളരെ തുച്ഛമായ ആൾക്കാരുടെ ഇടയിൽ നടക്കുന്ന ചെറിയ ചർച്ചകളായിട്ട് മാത്രം കരുതാം. കാലിക്കറ്റ് പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച മീറ്റ് ദി ക്രൂവിൽ സിനിമയിലെ അഭിനേതാവായ ഗോകുൽ, ഗായകൻ ജിതിൻ രാജ് എന്നിവരും പങ്കെടുത്തു. കൈരളി ന്യൂസ്, കോഴിക്കോട്.